എന്താണ് സ്ട്രെസ്? നമ്മുടെ ലൈഫിൽ ഒരു ചേഞ്ച് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ചലഞ്ചിങ് സിറ്റുവേഷൻസ് വരുമ്പോഴോ നമ്മുടെ ബോഡി റിയാക്ട് ചെയ്യുന്നതിനെയാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. അത് പല രീതിയിലാവാം. ഫിസിക്കലി ആവാം, ബിഹേവിയറൽ ആവാം, സൈക്കോളജിക്കൽ ആവാം. ഫിസിക്കൽ സിംറ്റംസ് ആയിട്ടുള്ള തലവേദന, ചെസ്റ്റ് പെയിന്, അതുപോലെ തന്നെ സെക്ഷൽ ഇൻട്രസ്റ്റ് കുറയുക, ഇമ്മ്യൂൺ സിസ്റ്റം വീക്ക് ആവുക, ഇതുപോലെയുള്ള സിംറ്റംസ് എല്ലാം കാണിക്കും. ബിഹേവിയറൽ ആണെങ്കിൽ ആളുകളിൽ ഡ്രഗ് അബ്യൂസ്, ആൽക്കഹോൾ അബ്യൂസ്, സബ്സ്റ്റൻസ് അബ്യൂസ്, അതുപോലെ തന്നെ ഗാംബ്ലിംഗ്, ഓവർ ഈറ്റിംഗ് മുതലായവ കാണിക്കും. സൈക്കോളജിക്കൽ സിംറ്റംസ് ആയിട്ടുള്ള ആൻസൈറ്റി, ഇറിറ്റബിലിറ്റി, ഡിപ്രഷൻ, പാനിക് അറ്റാക്ക്, സാഡ്നെസ് ഇത്തരത്തിലുള്ള സിംറ്റംസ് കാണിക്കും. പലതരം സ്ട്രെസ്സുകളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടില്ലേ? മെയിൻ ആയിട്ട് 2 തരത്തിലുള്ള സ്ട്രെസ് ആണ് വരുന്നത്. ഒന്ന് അക്യൂട്ട് സ്ട്രെസ്സും ഒന്ന് ക്രോണിക് സ്ട്രെസ്സും. ഈ അക്യൂട്ട് സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മൾ എക്സാം എഴുതുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഡേഞ്ചറസ് സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന സ്ട്രെസ് ആണ്. അത് അപ്പത്തെ ഒരു കുറച്ച് നേരത്തേക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അത് പെട്ടെന്ന് തന്നെ മാറിപ്പോകും. നമ്മൾ അത്ര കാര്യമാക്കേണ്ട സ്ട്രെസ് അല്ല. പക്ഷെ ക്രോണിക് സ്ട്രെസ് എന്ന് പറഞ്ഞാല് ഒരാഴ്ചയോ അല്ലെങ്കിൽ ഒരു മാസമോ തുടർച്ചയായി നമ്മൾ സ്ട്രെസ്സിന്റെ സിംറ്റംസ് കാണിക്കും. അതായത് നമുക്ക് എന്തെങ്കിലും ഫിനാൻഷ്യൽ ഇഷ്യൂസ് വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഫാമിലി ഇഷ്യൂസ് വരുമ്പോൾ ഉണ്ടാവുന്ന സ്ട്രെസ്സുകളാണ്. ഇത്തരത്തിലുള്ള സ്ട്രെസ്സുകളാണ് നമ്മൾ ചികിത്സിക്കേണ്ടത്. സോ എല്ലാ സ്ട്രെസ്സും പ്രശ്നക്കാരല്ല. നിങ്ങളൊരു ക്രോണിക് സ്ട്രെസ്സിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് സീക്ക് ചെയ്യേണ്ടതാണ്. താങ്ക് യു.